തനിക്കെതിരെ ടിനി ടോം ഉന്നയിച്ച ഗൂഢാലോചനാ വാദങ്ങൾ തള്ളുന്നു നടി അൻസിബ ഹസൻ. തന്നെ ജിഹാദി എന്ന് വിളിച്ചുവെന്നും ഡ്രൈവറെ മതം മാറ്റാൻ ശ്രമിച്ചതായി ടിനി ടോം വ്യാജ പ്രചരണം നടത്തിയെന്നും അൻസിബ ആരോപിച്ചു. അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗത്തിന്റെ പരാതിയിൽ ഇക്കാര്യങ്ങളുണ്ടെന്നും ടിനി ടോമിനെ സംഘടനയിൽ നിന്ന് പുറത്താക്കണമെന്നും അൻസിബ ആവശ്യപ്പെട്ടു. വ്യക്തികളെ നോക്കിയാണ് അമ്മ നടപടിയെടുക്കുന്നതെന്നും തന്റെ മുൻ പരാതികളിൽ നടപടി ഉണ്ടായില്ലെന്നും നടി കുറ്റപ്പെടുത്തി. ലബി സജീന്ദ്രൻ നൽകും വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് ലബി. അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ടിനി ടോമിനെതിരെ ഇന്നലെ അൻസിബ ഉന്നയിച്ചത്. ഇന്നലെ റിപ്പോർട്ടറിലൂടെ ആ കാര്യം അവർ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷമുള്ളവരുടെ പ്രതികരണവും കേട്ടു. അതിനുശേഷം അമ്മയിൽ നിന്നുള്ളവരുടെ പ്രതികരണങ്ങൾ കേട്ടു. പ്രസിഡന്റ് ശ്വേതാ മേനോന്റെ പ്രതികരണം കണ്ടു. എന്ത് പ്രതീക്ഷിക്കാം ഇനി ഇതിൽ? ശ്രുതി, ഷിഹാസ്, അമ്മ പുതിയ ഭാരവാഹികളൊക്കെ വന്നതിന് ശേഷം ഒരു സ്ത്രീ സാരഥ്യത്തോടുകൂടി അത് വളരെ ഭംഗിയായി മുന്നോട്ട് പോകുന്നു എന്ന് തോന്നിപ്പിക്കുന്ന ഇടത്ത് നിന്ന് തുടക്കം മുതൽ ഇത് പാടുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ അംഗങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ഇന്നലെ രാത്രി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ അൻസിബ ഹസൻ അതിരൂക്ഷ വിമർശനം ടിനി ടോമിനെതിരെ നടത്തിയ വിമർശനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതിനൊപ്പം അതിരൂക്ഷ വിമർശനമാണ് അമ്മയ്ക്കെതിരെ നടത്തിയിരിക്കുന്നത്. അമ്മ ഭാരവാഹികൾക്കെതിരെ നടത്തിയിരിക്കുന്നത്. അമ്മ ജോയിന്റ് സെക്രട്ടറിയായ അൻസിബ ഫെബ്രുവരി 21 തൻ്റെ ആരോപണങ്ങളൊക്കെ ആ സമയം മറച്ചു വെക്കുകയായിരുന്നു. ആ സമയം വ്യക്തിപരമായ കാരണങ്ങൾ എന്ന് മാത്രമാണ് ശ്വേതാ മേനോൻ അതിൻ്റെ വിശദീകരണമായി നൽകിയത്. രാജിവെക്കുകയായിരുന്നു. അതിനെ തുടർന്നാണ് ഇന്നലെ ഇത്രയും രൂക്ഷ വിമർശനവുമായി ടിനി ടോമിനെതിരെ രംഗത്ത് വന്നത്. തുടർന്ന് വൈകിട്ട് അമ്മ ഓഫീസിൽ വച്ച ടിനി ടോം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇതൊക്കെ തള്ളിക്കളഞ്ഞു. പക്ഷേ എന്നാൽ വളരെ വൈകാരികമായിട്ടാണ് രാത്രി ഇന്നലെ അൻസിബ മാധ്യമങ്ങളെ കണ്ടത്. ടിനി ടോമിനെതിരെ നടത്തിയിരിക്കുന്ന ആരോപണങ്ങളിലൊക്കെ ഉറച്ചു നിൽക്കുന്നത് കൂടാതെ തനിക്ക് നീതി അമ്മ എന്നുള്ള സംഘടനയിൽ നിന്ന് ലഭിക്കുന്നില്ല. അതുമാത്രമല്ല, ഒരു എക്സിക്യൂട്ടീവ് അംഗം തനിക്കെതിരെ വ്യാജ പരാതി തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ നൽകിയിട്ടും അതിനെതിരെ അന്വേഷണം, അല്ലാതെ ആ കേസ് അന്വേഷിക്കണമെന്നല്ല, തനിക്കെതിരെ ഗൂഢാലോചന നടന്നിട്ടുണ്ട്, തനിക്കെതിരെ വ്യാജ പരാതി നൽകിയതിൻ്റെ സാഹചര്യം അന്വേഷിക്കണം എന്ന അമ്മയിൽ പരാതിപ്പെട്ടപ്പോൾ അതിനെ പരിഹസിച്ച് തള്ളുകയാണ് ടിനി ടോം അടക്കമുള്ളവർ ചെയ്തത്. അമ്മയുടെ സാരഥ്യത്തിൽ ഇരിക്കുന്നവരിൽ നിന്ന് തനിക്ക് നീതി കിട്ടിയിട്ടില്ല. അതുമാത്രമല്ല, ഇന്നലെ അൻസിബ പറഞ്ഞിട്ടില്ലല്ലോ, ഒരു സ്ത്രീക്ക് ഒരു മനസമാധാനത്തോടെ നിൽക്കാൻ പറ്റുന്ന ഇടമല്ലാതായി അമ്മ മാറിയിരിക്കുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറേ കാലമായി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചെളിവാരിയെറിയൽ തുടരുന്നു. ഈ ഒരു സാഹചര്യത്തിൻ്റെ ഒടുവിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് എത്തി നിൽക്കുന്നത്. സ്വാഭാവികമായും അമ്മയ്ക്കിത് തലവേദനയാകും.